എത്രയും പെട്ടെന്ന് എനിക്ക് അയക്കണം. ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇതിനെന്താ ഒരിത്തിരി ക്ലാരിറ്റി കുറവ് പോലെ എന്തോ. അപ്പോഴേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, അച്ചാറിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, അയ്യോ ചേച്ചിയുടെ ഹാർഡ് വർക്കിന് പ്രതിഫലം ദൈവം തരട്ടെ, വിജിയുടെ ഹാർഡ് വർക്കിന് ദൈവം പ്രതിഫലം തരട്ടെ. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം പലരും ചോദിച്ച് ഇത് ഇടുന്നത് കൊണ്ട് വല്ല ലാഭം ഉണ്ടോയെന്ന്. ലാഭമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വലിയതായിട്ട് ലാഭം വരത്തില്ല. കാരണം ഇപ്പോഴത്തെ ഈ സാധനങ്ങളുടെ വില, ഞാൻ പഴയ റേറ്റാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ബോംബെയിലൊക്കെ ഇടുന്ന ഉടനെ മലയാളികളൊക്കെ കുറവല്ലേ, അങ്ങനെ വാങ്ങിക്കുന്നതും ആൾക്കാർ കുറവല്ലേ. അതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വില കൂട്ടിയാലും വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരുമിച്ച് ഇടുവാണെങ്കിൽ അത് ഉടനെ അങ്ങ് എല്ലാം അങ്ങ് ആരെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ലാഭം വരും. അപ്പം അതിൽ ഇപ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ട് ബാക്കി ഇവിടെ ഇരുന്ന് ഇപ്പം നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 6 മാസമേ നോൺ വെജിൻ്റെ എൻ്റെ ഇതിൽ ഒക്കത്തുള്ളൂ. അതിനേക്കായി കൂടി ഇരുന്ന് ആരും വാങ്ങിച്ചില്ല എങ്കിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ലാഭം വരത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. പിന്നൊരു വിഷമമുള്ളത്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞില്ല, സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചില്ലായിരുന്നോ, ഒരു ബോക്സ്, അത് റിട്ടേൺ പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നല്ല വിഷമം. എല്ലാം എന്ന് പറയാൻ എനിക്കും പോലുമാ. ഞങ്ങൾ അങ്ങനെ ആരും ഇതുവരെ നമുക്കൊരു ഗിഫ്റ്റ് അങ്ങനെ അയച്ചിട്ടില്ല. അപ്പോൾ അയച്ചത് ഇങ്ങനെ ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ആ പോസ്റ്റ് ഓഫീസിൽ വന്ന സമയത്ത് നമ്മുടെ മലയാളികൾ ആരേലും ആയിരുന്നെങ്കിൽ അവർ ചിന്തിക്കുകയോ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, ഒന്നവരെ കോണ്ടാക്ട് ചെയ്ത് പറയാൻ. റൂം നമ്പർ വെച്ചില്ല, അതേ ഉള്ളൂ. 9C അപ്പുറത്തെ 9B ഞങ്ങളുടെ ഇപ്പുറത്തെ, അതേ ഉള്ളൂ തെറ്റ്. വാച്ച്മാനോട് ചോദിച്ചാലും എൻ്റെ പേരുമാണ് വെച്ചത്. ഒന്ന് തിരക്കിയായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഈ മഹാരാഷ്ട്രയിലല്ലേ ഇവിടുത്തെ ഈ ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി, അവർക്കൊക്കെ എന്തുവാ, അവർക്കൊക്കെ അത്രയ്ക്കുള്ള ഒരു മനസാക്ഷിയുള്ളൂ. നമ്മുടെ മലയാളികളായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ എങ്ങനെയും ഒന്നവർ കോണ്ടാക്ട് ചെയ്ത് നമുക്കത് തരാൻ നോക്കിയതിനായിരുന്നു. റീച്ചാൻ ചെന്നപ്പോഴത്തേന് എന്നാൽ റീച്ചാൻ പറഞ്ഞ്, നിങ്ങൾ ഏത് സ്ഥലത്തോട്ടാണ് വിട്ടേന്ന് വെച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യാം. എന്നിട്ടുള്ള അവർ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എയർപോർട്ടിലെത്തി അതായതാന്നൊക്കെ. അവിടുന്ന് അയച്ച ആൾക്കാർക്കും വിഷമം. കാരണം ഇനി ഒന്നുകൂടെ അയക്കാക്കത്തില്ല. കാരണം അവിടുന്ന് ഇന്ത്യയിലോട്ടൊക്കെ കൊറിയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും, ഒത്തിരി നഷ്ടമാവത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുക. നമ്മുടെ ഗിഫ്റ്റ് തിരിച്ചു പോയി, അത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിക്കാം. പിന്നെന്തുവാ, ഇന്നും ചെറിയൊരു വീഡിയോയാ. ഇവിടെ ഇപ്പം തണുപ്പുണ്ട്. പ്രൈസമ്മോന് ഒരു നല്ല ചുമയാണേലും ഇവന് ഗ്രേപ്സ് ഒക്കെ ഇഷ്ടമാണ്. ഞാൻ പറയും വേണ്ട, തണുപ്പത്ത് വാങ്ങിക്കണ്ടെന്ന്. പക്ഷേ ഈ ചെറുക്കൻ ഇപ്പം ആഹാരവും ഈ 3-4 ദിവസം കൊണ്ട് ആഹാരവും അങ്ങനെ അങ്ങോട്ട് എടുക്കുന്നില്ല ചുവന്. അപ്പം എന്തെങ്കിലും കഴിക്കുന്ന കൊടുക്കാമെന്ന് അറിയാം. ഞാൻ പറയുന്നത് എല്ലാം കഴിച്ച് അവർ ശീലിക്കട്ടെ. നമ്മൾ അയ്യോ അത് കൊടുത്താൽ അതാവും, ഒരുവിധം ഓർത്താൽ അതും ശരിയാ. അയ്യോ അത് തിന്നാൽ കുഴപ്പമാണ്, ഇത് നിന്നാൽ കുഴപ്പമാണെന്ന് നോക്കിയിരുന്നാൽ ഒക്കത്തില്ല. എല്ലാം കഴിച്ച് ഏത് ഇല്ല ക്ലൈമറ്റിലും ജീവിക്കണമെന്ന് പറഞ്ഞതുപോലെ എല്ലാം കഴിച്ച് ശീലിക്കുന്നത് നല്ലതാ, അതൊരു നല്ലതാ. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ പല ഇപ്പം കുറേ പുതിയ ആൾക്കാർ ഞാൻ പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം മിക്ക ആൾക്കാരും പണ്ടോട്ടേ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാ. ഇപ്പം നമ്മളോട് ചേച്ചി പണ്ടോട്ടേ ചേച്ചിയുടെ വീഡിയോ കാണുന്ന, ഇപ്പം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, വന്ന് കാണണേ. ഞാൻ കാണും. ചിലരുടെ ഇത് ചെന്ന് കമൻ്റ് ഇട്ടാൽ അവർ കാണാത്തയാണോന്ന് എനിക്കറിയത്തില്ല, റിപ്ലൈ വരത്തില്ല. ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോയി കണ്ടിട്ട് സമയമില്ലെങ്കിലും പോയി കണ്ടിട്ട് കമൻ്റ് ഇടും. പക്ഷേ അതിന് റിപ്ലൈ വരത്തില്ല. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ ചെയ്യും, പിന്നെ ഞാൻ ഇടാൻ പോകത്തില്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ.
നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എല്ലാത്തിനും നന്ദി പറയാം. പലപ്പോഴും നമുക്ക് അതിനൊന്നും പറ്റുന്നില്ല അല്ലേ. നമ്മുടെ ഓരോ അവസ്ഥയും അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ എടാ കൊച്ചെ എന്തുവാടാ, ഞാൻ പറഞ്ഞ സോക്സ് ഇട്ടൊക്കെ ഇരിക്കുന്നു, സോക്സൊക്കെ ഇട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല തണുപ്പുണ്ടെന്ന്. എനിക്ക് പക്ഷേ ഈ തണുപ്പൊന്നും അത്ര കുഴപ്പമില്ല. എന്നാലും നമുക്ക് രാത്രിയിലൊക്കെ ചുമയുണ്ട്. നമുക്കെന്തോലും വന്നാലും കുഴപ്പമില്ല. ഈ പിള്ളേർക്കോ ഇവർക്കൊക്കെ വന്നാൽ നമുക്കങ്ങ് ഒരു വല്ലാതെ, പിന്നെ വീടേ ഒരു മൂകത പോലെ ഇരിക്കും. ഓക്കെ, അച്ചാറ് ഞാൻ പറഞ്ഞില്ലേ, ചിലർ വന്ന് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്. ഞാൻ വാട്സപ്പ് നമ്പർ ഒന്നി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യും. അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ എല്ലാ അച്ചാറിൻ്റെയും റേറ്റ് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പം രാവിലെ തൊട്ട് ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ. കാരണം അച്ചാറിട്ടായിരുന്നല്ലേ. അപ്പം അത് എത്രയും പെട്ടെന്ന് എനിക്ക് അയക്കണം, നാട്ടിലോട്ട് അയക്കേണ്ടത്. ഒരാൾക്ക് ചെന്നൈയിലും ഒരാൾക്ക് അത് ഇച്ചിരി നാട്ടിൽ നിന്ന് അത് പിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനാണ്. അപ്പം എൻ്റെ ഇത് സ്ഥിരം വാങ്ങിക്കുന്ന ആൻറ്റിയാണ്. അന്നേരം പുള്ളിക്കാരിക്ക് ഇച്ചിരി വേണമായിരുന്നു. അപ്പം ഞാനത് എല്ലാം പാക്ക് ചെയ്ത് ഡബ്ബയിലാക്കിയാലേ വൈകിട്ട് വന്ന് റീച്ചാൻ വന്ന് സീൽ ചെയ്യുമല്ലേ. അപ്പം അതിത്തിരി നല്ല നമ്മൾ കോൺസെൻട്രേഷനിലൊക്കെ ചെയ്യണം. ഞാൻ തുണി ഇതൊക്കെ ഇട്ട് തലയിലേ മുടിയെങ്ങാണം വീഴല്ലെന്നുള്ള ഇതിൽ കെട്ടി എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഇന്നലത്തെ ഇത്തിരി പയറുതോരനുണ്ട്, മോരുകറിയുണ്ട്. അപ്പോൾ ഇത്രയും ബീഫ് അച്ചാർ ഞാനേ ബാക്കി ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉച്ചയ്ക്കൊക്കെ ഇച്ചിരി എടുത്താൽ മതി. നമുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ്, വേറൊന്നും വേണ്ട. ആ വെളുത്തുള്ളി വഴന്ന് വന്നതിൻ്റെ ഇഞ്ചിയുടെയും. ചിലർക്ക് വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. ചിലർ പറയും ഒരു സ്പൂണിൻ്റെ അകത്ത് ഒരു വെളുത്തുള്ളിയിൽ കിട്ടണം, ഇങ്ങനെ കണ്ണൂര് കിടക്കണം. ചിലർക്ക് പക്ഷേ അത് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ കാണാമോ, കാണിച്ച് കമ്പത്തി എൻ്റെ കയ്യിൽ നിന്ന് വീഴാതിരുന്നാൽ മതി. പ്രൈസമ്മനെ ഇന്നൂടെ ഞാൻ വിട്ടില്ല. കാരണം ബസ്സിലൊക്കെ പോകുമ്പോഴേ പിള്ളേരല്ലേ, ചെവിയിൽ ഇച്ചിരി കാറ്റടിച്ചാലൊക്കെ കുഴപ്പമില്ല. ഇച്ചിരി കോട്ടനം കാണും വെച്ച് നാളെയെങ്കിലും ഒന്നും വിടാതെ. പനിയൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത പരിപാടി, അരി ഞാൻ തിളപ്പിച്ചിട്ടു, വെള്ളം തിളപ്പിച്ചു, കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തു. അതുകൊണ്ട് രാവിലത്തെ ഇതൊന്നും എനിക്ക് ഇന്നലെ രാത്രി തൊട്ടങ്ങ് ഇത് എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. അപ്പം രാത്രി മൊത്തം നേരം എടുത്താൽ ഉടനെ പാക്കിങ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ദാഹിക്കുന്നു. ഇനിയും ബോട്ടിലുകളിൽ വെള്ളം എടുക്കണം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. കടല ഇച്ചിരി ഇന്ന് ഞാൻ കടലയും കായൂടെ ഇട്ട് ഒരു കറിയല്ല, നമ്മുടെ ഒരു കൂട്ടാൻ പോലെ. അതുകൊണ്ട് ഇച്ചിരി ബ്രൗൺ കടലയും വെള്ളത്തിട്ടിട്ടുണ്ട്. ഇനി അതൊന്നും ചെയ്യട്ടെ. ഇന്നിപ്പോൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ ഉരുളിയിൽ വടിക്കാൻ ഇച്ചിരി ഇരിപ്പുണ്ട്. ഞാൻ വടിക്കുന്നില്ല, പോൾമോന് വടിക്കുന്നതൊക്കെ ഇഷ്ടം. പോൾമോന് റേച്ചാനും വടിക്കുന്ന ഇഷ്ടമാണ്. റേച്ചാന് നാരങ്ങ അങ്ങനെയുള്ളതാണ്. നാരങ്ങയൊക്കെ വടിച്ചാലും ഒരു കയ്പായിരിക്കും. ഇതിത്തിരി വടിക്കാനുണ്ട്. നിന്റെ സ്കൂളിലെ ഇതെന്തിയാണോ ചോദിച്ചത്? നിന്റെ പപ്പ എടുത്ത് വെച്ചേ ഇതറക്കാ ഫയലിലെ കാക്കെ ഫയൽ ചെയ്ത് അവിടെ വെച്ചെന്ന്. അത് ഫയലിൽ നിന്ന് മറാഠിയുടെ നോക്കെടുത്ത്. അത് ചെയ്യാനാ പറഞ്ഞ. നിനക്ക് തെറ്റ് എവിടാന്നുള്ളത് നീ അത് നോക്കി മനസ്സിലാക്കാൻ. ബിസ്ക്കറ്റ് എടുത്ത് പോയി കഴി. അപ്പം അവനോട് ഞാൻ പറഞ്ഞ വെറുതെ ഇരിക്കാതെ
എക്സാമിൻ്റെ പേപ്പർ കിട്ടില്ല. അപ്പം മറാഠിക്ക് ആളിച്ചിരി പുറകോട്ട്. അപ്പോൾ ആ പേപ്പർ എടുത്ത് സോൾവ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ഒന്നും കഴിപ്പില്ലല്ലേ, ഡോക്ടർ ആൻറ്റിബയോട്ടിക്കും കൊടുത്തായിരുന്നു. അപ്പം വല്ലതൊക്കെ കഴിക്കണ്ടേ. എന്നാൽ ഒരു ബിസ്ക്കറ്റ് തിന്നെന്ന് പറഞ്ഞാൽ അത് വേണ്ട, ഏത്തക്ക കഴിക്കുമെന്ന് പറഞ്ഞു അതും വേണ്ട, ആൾക്ക് അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്തുവാന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഒന്നും കഴിക്കാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ആ പാത്രങ്ങളെല്ലാം നേരം കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുക. അവനിപ്പം നല്ല ചുമ. ഞാനിപ്പോൾ ഒരിത്തിരി ആയുർവേദ പൊടിയും ഹണിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വന്നേ. പിന്നെ എന്നും തുണി കഴുകണമല്ലോ. ഒരു ദിവസം കഴുകാതിരുന്നാൽ പിന്നെ നമുക്ക് ഡബിൾ ജോലിയാണ്. അതുകൊണ്ട് തുണി അങ്ങ് കഴുകാനായിട്ടിട്ട് എത്രയൊക്കെ നമുക്ക് വയ്യെന്ന് പറഞ്ഞാലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമുക്ക് പിന്നെ അത് ഡബിൾ ജോലിയായിട്ട് നാളെ വരും. ഞാൻ പറഞ്ഞില്ലേ കടല ഒരു ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. ആ ഏത്തക്ക ഞാൻ ചെറുതായിട്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചീനച്ചട്ടിയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് കടല ഇന്നലെ രാത്രിയിലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ രാവിലെ അതൊന്ന് വേവിച്ചെടുത്തൊരു നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും ഗരം മസാലയും ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ തോരൻ അരിയുന്നതിനേക്കായി ഒരു ഇച്ചിരിയും കൂടെ വലുതായിട്ടൊന്ന് ചതുരത്തിൽ കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഒരു മസാല പോലെ ഉണ്ടാക്കുന്നത്, കറിയായിട്ടല്ല, ഒരു മസാല പൊടി. പക്ഷേ നിങ്ങൾക്കിതിൽ തേങ്ങ ചേർക്കണമെങ്കിൽ തേങ്ങ ചേർക്കാം. ഞാൻ തേങ്ങയൊന്നും ചേർത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ മുളക് പൊടി ഇതൊക്കെ ഒന്ന് ചേർത്തത്. ഇത്തിരി തേങ്ങ ചേർക്കാതൊരു മസാല പരുവത്തിൽ. അപ്പോൾ ഒരു കായേ ഉള്ളായിരുന്നു. അപ്പോൾ ആ കായ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഓൾറെഡി നമ്മൾ കടല വേവിച്ചെടുത്തല്ലേ, ഇനി ഈ കായ്ക്കകത്തോട്ട് വേവിച്ച് ആ കടലക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോട് കൂടി ഇതിടാം. കാരണം ഈ കായും ഇനിയും വേവണം. ആ കടല ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് മിക്സ് ആവണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ തീയിലിടുവേ. നിങ്ങൾക്കിപ്പം തേങ്ങ ചേർത്തുണ്ടാക്കാനാണെങ്കിൽ ആ കടല ചേർക്കുന്നതിന് മുമ്പിട്ട് തേങ്ങയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഞാനൊന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചിട്ട് ആ കടല ഇത്തിരി പീസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്മാഷറും കൊണ്ട് നന്നായി ഒന്ന് ഉടച്ച് അന്നേരം നല്ലൊരു കുഴഞ്ഞ പരുവത്തിലായി കായും അതെല്ലാം കൂടെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമേ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാനെടുത്തു. മോരുകറി ഇരിപ്പുണ്ട്. ഞാൻ മോരുകറി ഒന്നും എടുത്തില്ല. ഞാൻ ഇച്ചിരി ഈ കടലയും ഇച്ചിരി അച്ചാറും ഡാഡിക്ക് ചപ്പാത്തിക്ക് ഒക്കെ കൊടുക്കാനുള്ളവർക്കൊക്കെ ചപ്പാത്തിയൊക്കെ കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും മതി നമുക്ക് ഈ ഇത്രയും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.